നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒന്നിക്കാൻ സാധിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകൂടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്ന് ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന അഷ്ടമി വിളക്കാണ് കേട്ടോ. ഇന്നത്തെ വിളക്കിന്റെ പ്രത്യേകത, ഇന്ന് നെയ്വിളക്കാണ്. ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലത്തിലേക്ക് തിടമ്പ് എഴുന്നള്ളിക്കുന്ന ദിവസം വരുന്നത്. അപ്പൊ ഇന്ന് രാത്രി മുതൽ എന്തായാലും അതിവിപുലമായ വിളക്കാണ് ആഘോഷിക്കുന്നത്. ദേശക്കാരൊക്കെ ഈ ഒരു വിളക്കൊന്നും മുടക്കാതെ തൊഴുന്നതാണ് കേട്ടോ. സപ്തമി, അഷ്ടമി, ദശമി, നവമി, ദശമി തുടങ്ങി വിളക്കുകള്, ദശമി അല്ല നവമി വരെയുള്ള 3 വിളക്കുകൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തൊഴാറുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാവരും വരൂ, പങ്കെടുക്കാൻ സാധിക്കുന്നവരെല്ലാരും വരൂ, വന്ന് പങ്കെടുക്കൂ, ഗുരുവായൂരപ്പന്റെ വിളക്ക് കണ്ടു തൊഴൂ. ഇനി ഇന്ന് ജ്യോതിഷ വാർത്തയിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടവരെല്ലാവരും അതിൻ്റെ താഴെ കുറേ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം കേട്ടോ. അത് വലിയൊരു ഭാഗ്യം തന്നെയായിട്ട് കണക്കാക്കുന്നു. എന്നാൽ വേണ്ട രീതിയിൽ ഞാൻ സംസാരിച്ചോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒരുപാട് എന്താ പറയുക, ടെൻഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ സമീപിച്ചത്. അപ്പം അതിൻ്റെതായ ദുർഘടങ്ങളൊക്കെ അതിലുണ്ടാവും. എന്ത് വന്നാലും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കൂ. നമ്മൾ കൃഷ്ണാരിമിത്രത്തിൽ എന്തെങ്കിലും പറയണ പോലെ അല്ലല്ലോ. നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് എന്ത് തെറ്റി പറഞ്ഞാലും പിറ്റേ ദിവസം വന്ന് ക്ഷമിക്കൂ കേട്ടോ, ഞാൻ തെറ്റി പറഞ്ഞതാണ് എന്ന് പറയാനൊരു അവസരം ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ തെറ്റ് പറ്റിയതാണ്, പിന്നെ അതെല്ലാം നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതത്ര നന്നായിട്ടൊന്നുമില്ല. എന്നാലും നിങ്ങൾ എല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. ഇനി ഏകാദശിയുടെ കുറേ ചോദ്യങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അന്ത്യമില്ലാത്ത ചോദ്യമായി പോകും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഏകാദശി നോൽക്കാൻ ഇഷ്ടം അതുപോലെ നോൽക്കൂ എന്നാണ് ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. കുറേ പേരെ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്യൂ. അവർ പറയുന്നത് എന്താണോ അത് അതേപോലെ അനുസരിക്കാൻ ശ്രമിക്കൂ. എന്നെ ഫോളോ ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളെ ഗുരുസ്ഥാനത്ത് കണ്ട് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അവരോട് നിങ്ങളെല്ലാ ഡൗട്ടുകളും ചോദിച്ച് തീർത്ത് അതുപോലെ ആചരിക്കാൻ ശ്രമിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഗോതമ്പ് കഴിച്ചാൽ ഏകാദശി പോകുന്ന അതിതീവ്രമായ രീതിയിൽ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുന്നത്, ഞാൻ ഗോതമ്പ് കഴിക്കുന്നതിനെതിരല്ലാത്ത പക്ഷത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് അതായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താ വേണ്ടേച്ചാൽ തീരുമാനിക്കൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏകാദശി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുന്നില്ല ഇന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് വരാം കേട്ടോ. അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഉച്ചപൂജ അലങ്കാരം സമയത്ത് തന്നെയാണോ ഗണപതി, ഭഗവതി, അയ്യപ്പൻ എന്നിവർക്കും അലങ്കാരം നടത്താറുള്ളത് എന്നാണ് കേട്ടോ. അങ്ങനെയല്ല, വൈകിട്ടാണ് കൂടുതലും അവർക്കൊക്കെ അലങ്കാരം ഉണ്ടാവാറ്. ഈ ഉച്ചയ്ക്ക് അടച്ചിരിക്കുന്ന സമയത്തും കീശാന്തിക്കാർ വന്നിട്ട് അയ്യപ്പനൊക്കെ ചന്ദനം ചാർത്താറുണ്ട് കേട്ടോ. കാരണം അയ്യപ്പസ്വാമിക്കൊക്കെ ചന്ദനം ചാർത്തുന്ന സമയത്ത് നേരെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്തർക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചാർത്തുന്നതിനേക്കാളും നമ്മൾ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട്, ഇപ്പൊ ഭഗവതിയമ്മയ്ക്ക് അവിടെ ഉച്ചപൂജയുടെ നട തുറന്നു കഴിഞ്ഞ് ഭഗവാനെ തൊഴുന്ന ആ ഒരു സമയം കഴിഞ്ഞാൽ, ഒരു 2 മണി കഴിഞ്ഞാൽ പിന്നെ ഭഗവതിയമ്മയുടെ അവിടേക്കൊന്നും ആരും പോവില്ലല്ലോ. അപ്പൊ ആ സമയം കുറച്ച് നേരം എക്സ്ട്രാ ഇരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് അധികം നേരം ഇരുന്നിട്ട് അങ്ങനെ ചാർത്താറുണ്ട്. അപ്പൊ വൈകുന്നേരം ചെല്ലുമ്പോഴാണ് നല്ല അലങ്കാരത്തോട് കൂടിയിട്ട് നമുക്ക് ഇവരൊക്കെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും അങ്ങനെയാട്ടോ. ഗണപതിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചാർത്താറുണ്ട് പകല്, അതായത് രാവിലത്തെ സമയത്ത് തൊഴുമ്പോഴും ഒന്ന് തുമ്പിക്കൈ മാത്രം ചാർത്തിയാലും നമുക്ക് ആ ഗണപതിയെ ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ ഭഗവതിയും അയ്യപ്പനെയും ഒക്കെ ആവുമ്പോൾ നല്ലോണം വിസ്തരിച്ച് അലങ്കരിച്ചാലാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക അല്ലെ.
അപ്പൊ അതൊക്കെ ഉച്ചയ്ക്കാണ് അവർ ചെയ്യാറുള്ളത്. വൈകുന്നേരമാണ് നമുക്ക് കാണാൻ അതീവ സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ വായിക്കാട്ടോ. ഐശ്വര്യ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സരിത ബ്രീഫായി പറയുന്നതിന് വളരെ നന്ദിയുണ്ട്. ഞാനും യൂട്യൂബിൽ നോക്കി നാരായണീയം ചൊല്ലിയിരുന്നു. ഓഗസ്റ്റ് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ 14 തീയതി സൺഡേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഒരു അസുഖവും ഇല്ലായിരുന്നു. നോക്കുന്നിടത്ത് നിന്ന് അച്ഛന് വേണ്ടി ഒരു വഴിപാടും ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അത്ര നല്ല മരണമാണ് എന്നാണ്. എന്നാൽ എൻ്റെ അമ്മ ഡൗൺ ആയി പോകുന്നു. അച്ഛൻ വീടിന്റെ വെളിച്ചമായിരുന്നു. ഞാൻ നാരായണീയം ചൊല്ലിയത് തെറ്റിപ്പോയോ? സരിത നാരായണീയം ചൊല്ലുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി വരുന്നു. എൻ്റെ വിഷമം ഒന്ന് വായിക്കണേ എന്നാണ്. നാരായണീയം വായിച്ചത് തെറ്റിപ്പോയത് കൊണ്ടാണോ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദോഷം സംഭവിച്ചത് എന്നാണ് ഐശ്വര്യയുടെ ചോദ്യം. ഒരിക്കലുമല്ല. നാരായണീയം വായിച്ചു തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചത് തന്നെയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ. എൻ്റെ അമ്മയ്ക്ക് സെറിബ്രൽ ഹാമറേജ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നാരായണീയം കൊണ്ട് മാത്രമാണ് അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത്രയധികം നാരായണീയം കൊണ്ടായിരുന്നു ആ സമയത്ത് ഉപാസിച്ചിരുന്നതെന്ന്. എന്നാൽ എൻ്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നറിയൂ? രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റില്ല. വേറെ പ്രത്യേകിച്ച് അച്ഛൻ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന അച്ഛൻ തലേ ദിവസവും കൂടി ഫോൺ ചെയ്ത് സുഖമല്ലേ, സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ച് പിറ്റേ ദിവസം രാവിലെ 6:15 കൂടി അച്ഛൻ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് കാരണം. പതിവിലും വൈകുന്നു എഴുന്നേൽക്കാൻ എന്നുള്ളത് കൊണ്ട് വിളിച്ചപ്പോൾ അച്ഛൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും ഭഗവാനോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ ഗുരുവായൂരപ്പ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയി? എനിക്ക് അതിനുള്ള മറുപടി ഗുരുവായൂരപ്പനായിട്ട് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മയെ ICUയിൽ കയറ്റുകയും സർജറി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നാരായണീയം വായിക്കാനും സ്തുതിക്കാനും ആ ജീവൻ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ്റെ ആയുസ് എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചെത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് പോയി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതേമാതിരി നാരായണീയം വായിച്ചു തുടങ്ങിയാൽ നാരായണീയം കൊണ്ട് അച്ഛനൊരു അസുഖം വരികയോ അല്ലെങ്കിൽ അച്ഛൻ ഇത്തിരി അധികം ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നാരായണീയം കൊണ്ട് അങ്ങോട്ട് ഉപാസിക്കും. പിന്നെ എങ്ങനെയാ അച്ഛനെ അങ്ങോട്ട് വിളിക്കുക? തിരിച്ചു തരേണ്ടി വരില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ്റെ ആയുസ് എത്തിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. നോക്കൂ, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മമാരെ നമുക്കത് പറഞ്ഞു തരിക ചെയ്യാം അല്ലെ. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ 3 പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കും. 4ാമത്തെ പ്രാവശ്യം കൈകൊണ്ടാവും പറയാന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെയാണ് ഗുരുവായൂരപ്പൻ. നമുക്കൊരു തെറ്റ് വന്നാൽ നമ്മളത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കാനുള്ള അവസരം ഗുരുവായൂരപ്പൻ തരും. അതല്ലാതെ നമ്മൾ നാരായണീയം വായിച്ചു തെറ്റിപ്പോയി അതുകൊണ്ട് ഞാനത് നിർത്തുകയാണ്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഗുരുവായൂരപ്പനെ വായിച്ചിട്ട് തന്നെ അത് ശരിക്കായിട്ടുള്ള വാക്കുകളിലേക്ക് എത്തുള്ളൂ. നാരായണീയത്തില് 69ാമത്തെ ദശകത്തില് ഈ അടുത്ത കാലത്തും കൂടി ഞാൻ ചൊല്ലുന്നതിൽ ഒരു പാകപ്പിഴ കണ്ടെത്താൻ സാധിച്ചു. എത്രയോ വർഷമായിട്ട് ഞാൻ ചൊല്ലുന്നതാട്ടോ. എന്നിട്ട് ഈ അടുത്ത കാലത്തും കൂടി അതിൽ ഞാൻ ചൊല്ലുന്ന ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാണ് ഞാൻ ചൊല്ലുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വീണ്ടും പുസ്തകം എടുത്തു, വീണ്ടും നോക്കി, ശരിയാണ്, വർഷങ്ങളായിട്ട് ഞാൻ ചൊല്ലുന്നത് ഇങ്ങനെയാണ്, ശരിയായ പദം ഇങ്ങനെയാണ്. ഇതെനിക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൊ തന്നെ ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും എനിക്കിത് തിരുത്താൻ പറ്റിയല്ലോ, ഇനി മുതൽ ഞാനിത് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഗുരുവായൂരപ്പൻ പറഞ്ഞു തരുന്നതാണ്. ഒരിക്കലും ഗുരുവായൂരപ്പൻ നമ്മളുടെ ശിക്ഷിക്കാനുള്ള ഒരാളേ അല്ല. അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ അറിയില്ലാന്നേ. അദ്ദേഹത്തിന്റെ രൂപം നോക്കൂ, അതുപോലെയാണ് ഗുരുവായൂരപ്പൻ. രക്ഷകനാണ് ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ പ്രത്യേകത ഞാൻ പറയൊന്നും വേണ്ട, എന്നാലും പറയാണ്, നല്ല സങ്കടം വരുന്ന ഒരു സമയം, നമ്മൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന അത്രയും കരയുന്ന ഒരു മൊമെന്റ് ആണെന്ന് വിചാരിക്കുക. നല്ല ചിരിച്ചുകൊണ്ടുള്ള ഒരു ഉണ്ണികൃഷ്ണന്റെ ഭംഗിയേറിയ ഒരു ഫോട്ടോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ ഈ സങ്കടങ്ങളൊക്കെ എങ്ങടെ പോയെന്ന് നമുക്ക് പോലും അറിയാതെയാവും അല്ലെ. അത്രയ്ക്ക് മനോഹരനാണ് ഗുരുവായൂരപ്പൻ. അതേപോലെയാണെന്നേ അദ്ദേഹം ശിക്ഷിക്കാനുള്ള ആളെയല്ല. അച്ഛൻ്റെ ആയുസ് എത്തിയതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പോയത്. വളരെ സുഖമരണമാണ് എന്ന് പറയുന്നു. മറ്റൊരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. അച്ഛനെ ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ട് എന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പൊ ഗുരുവായൂർ വന്ന് തൊഴാൻ തോന്നും നമുക്ക്. ഗുരുവായൂർ വന്ന് തൊഴുമ്പോൾ അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം ഒരുപക്ഷെ അനുഭവിക്കാൻ പോലും സാധിക്കും. ഗുരുവായൂരപ്പനോട് തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പ്രാർത്ഥിക്കും. നാരായണീയം വായിച്ചത് കൊണ്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ സംഭവിച്ചത്. അതായത് തെറ്റി വായിച്ചത് കൊണ്ടൊന്നും അല്ല അങ്ങനെ സംഭവിച്ചത്. തെറ്റി തന്നെയാണ് നമ്മൾ പഠിക്കാന്നേ. എല്ലാം ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കണ ഒരാള് തറാ പറ എന്ന് പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ വരും അല്ലെ.
താ ശരിക്കും റാ പോലെ ഇരിക്കും, റാ ശരിക്കും താ പോലെ ഇരിക്കും. അങ്ങനെ ഓരോന്നും അവർ തെറ്റി 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 തന്നെയാണ് കറക്റ്റ് ചെയ്യുക അല്ലെ. ഒരു വർഷമൊക്കെ എടുക്കും ഒരു ലെറ്ററൊക്കെ അവർക്ക് കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കാനായിട്ട് അല്ലെ. അതേമാതിരി തന്നെയാണ് ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ശരിയാക്കി പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഓഗസ്റ്റിലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് എങ്ങനെയാ ശരിയാവുക? കുറേശ്ശെ ആയിട്ട് ശരിയായി വരും. ഇതൊരിക്കലും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുകയേ ചെയ്യരുത്. നാരായണീയം വായിക്കൽ നിർത്തുക ചെയ്യരുത്. അച്ഛൻ്റെ ആയുസ് എത്തിയതുകൊണ്ട് മാത്രമാണ് എന്ന് വിചാരിക്കൂ. ഒരവസരം, അല്ലെങ്കിൽ നാരായണീയം കുറച്ചുകൂടെ മുന്നേ പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിലും, അങ്ങനെയും വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ആയുസെത്തിയ ആൾ എന്തായാലും ആയുസെത്തിയാൽ പോകില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരാൻ പോകുന്ന ജീവിതം, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ നാരായണീയത്തിനെ മുറുക്കെ പിടിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ഏകാദശി ദിവസം ഭാഗവതത്തിലെയും നാരായണീയത്തിലെയും പ്രധാനമായി ഏത് ഭാഗമാണ് വായിക്കേണ്ടത് എന്ന്. അത് നിഷ തിലകൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നിഷ ചേച്ചി ഇത് ചോദിക്കാൻ കാരണം, നമ്മളിപ്പോൾ അഷ്ടമിരോഹിണിക്ക് ശ്രീകൃഷ്ണാവതാരം എന്നുള്ള ഭാഗമല്ലേ വായിക്കാറ്, അതേമാതിരി വായിക്കേണ്ടത് ഏത് ഭാഗമാണ് ആയിരിക്കും. അങ്ങനെയില്ല, മുഴുവനും വായിക്കാം നമുക്ക്. നാരായണീയത്തിന്റെ പിറന്നാളെന്ന് പറയാൻ വേണമെങ്കിലോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് നാരായണീയം മുഴുവൻ വായിക്കാം. അതല്ലെങ്കിൽ ഭാഗവതത്തില് നിങ്ങൾ നിത്യോപാസന ചെയ്യുന്നത് ഏത് ഭാഗമാണോ ആ ഭാഗം വായിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് ദീപ വിനോദൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വായിക്കാം. ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറയാം. ചെറിയ കുട്ടിയെ ചോറ് കൊടുക്കാൻ വന്നപ്പോൾ, പേരക്കുട്ടിയെ ചോറ് കൊടുക്കാൻ വന്നപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ചോറ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാമിമാരുടെ സീസൺ ആയല്ലോ ഇപ്പോൾ. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്വാമി വന്ന് ഉണ്ണിയെ എടുത്ത് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നല്ല തിരക്കായതുകൊണ്ട് ഹസ്ബൻഡിന്റെ കയ്യിലായിരുന്നു മോള്. ആ കുഞ്ഞിനെ ഹസ്ബൻഡ് കൊടുക്കാൻ വിസമ്മതിച്ചു. അതെനിക്ക് ഭയങ്കര വിഷമമായ. അതിന് പരിഹാരം ഒന്ന് പറയുമോ? അതുപോലെ തന്നെ മോളെ എടുത്ത് ഒറ്റടി വെക്കുമ്പോൾ നട അടച്ചിരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നട അടച്ചിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നേദ്യ സമയം ഒഴിവാക്കണം എന്നേ ഉള്ളൂ. അല്ലാത്ത സമയം അലങ്കാരവും പൂജയുമാണ് നടക്കുന്നത്. ആ സമയത്ത് ചെയ്യരുത് എന്ന് ദേവസ്വം റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. എന്നാൽ നേദ്യ സമയത്ത് എന്തുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയണേന്ന് ചോദിച്ചാൽ, ഒരാൾ ഊണ് കഴിക്കില്ലേ, ആ സമയത്ത് നമ്മൾ പ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്നാ പറയാ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നട അടച്ചിരിക്കുമ്പോഴായി പോയി എന്ന് വിചാരിച്ച് ഒട്ടും പരിഭ്രമിക്കണ്ട. അടുത്തതായിട്ട് സ്വാമിമാരുടെ സീസണാണ്. സ്വാമിയുടെ കയ്യിൽ കൊടുക്കാറുന്നില്ലേ. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അയ്യപ്പ സ്വാമിയുടെ അടുത്തേക്ക് പോകുന്ന, മലയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ മലയ്ക്ക് പോയി വരുന്ന ഒരു ഭക്തൻ, ആ ഭക്തൻ ചോദിച്ചിട്ട് ഈ കുഞ്ഞുവാവയെ കൊടുത്തില്ലല്ലോ എന്ന സങ്കടമാണ്. എന്നാൽ നല്ല തിരക്കുള്ള സമയത്ത് അച്ഛനമ്മമാരല്ലേ, അവർക്ക് അങ്ങനെ സംഭവിച്ചേക്കാം. അത് ആ കുട്ടിയോടുള്ള കൺസേൺ കൊണ്ടല്ലേ. അയ്യപ്പ സ്വാമിക്ക് അത് മനസ്സിലാവൂലോ. അദ്ദേഹത്തിന് മനസ്സിനൊരു പ്രയാസം ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ശിവഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഞാൻ കാരണം ഒരു മനപ്രയാസം ഉണ്ടായി എന്ന് അറിയാനിടയായി. അത് ഞാൻ മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അത് അറിഞ്ഞത്, അദ്ദേഹത്തിന് ഞാൻ കാരണം ഒരു മനപ്രയാസം ഉണ്ടായി എന്നുള്ളത്. ഇത് അറിഞ്ഞ ഉടനെ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? മമ്മിയുടെ അപ്പൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മനപ്രയാസം വരുത്തി വെക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇനി എൻ്റെ വാക്കുകളിൽ നിന്ന് എവിടെയെങ്കിലും അദ്ദേഹത്തിനൊരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ഭക്തനാണ്, എനിക്ക് അങ്ങയോട് പറയാനേ പറ്റുള്ളൂ. കാരണം ജീവിതത്തിൽ ഇനി ഞാൻ അയാളെ കാണുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ അങ്ങയോട് ഞാൻ പറയുന്നു, ഈ ഒരു മനപ്രയാസം അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കണേ എന്ന്. ഞാൻ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കട്ടെ അദ്ദേഹത്തിന്. അതിന് ഞാൻ ഇവിടെ വന്നിതാ പ്രാർത്ഥിക്കുന്നു. ഇതേമാതിരി ദീപചേച്ചിക്ക് അങ്ങനെ ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അയ്യപ്പസ്വാമിയുടെ ഭക്തനെയാണ് അങ്ങനെ നിരാകരിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയുടെ നടയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് അയ്യപ്പസ്വാമിയെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ഇതൊരു മനപ്രയാസമായി തോന്നുന്നു, ആ സ്വാമിക്ക് ഇതൊരു മനപ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അതൊന്ന് മായ്ച്ചു കളയണേ എന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട്
രാജവല്ലി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂരിൽ വന്നപ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹം വാങ്ങി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കൃഷ്ണ വിഗ്രഹം വാങ്ങുക എന്ന്. എനിക്ക് പലതവണ വാങ്ങാൻ വിചാരിച്ചിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ ഗുരുവായൂരിൽ വന്നപ്പോൾ എനിക്ക് ആ ആഗ്രഹം സാധിച്ചു. എന്നാൽ വീട്ടിൽ വന്ന ശേഷമാണ് കണ്ടത് ആ വിഗ്രഹത്തിൽ ഒരു പോറൽ പോലെ ഉണ്ട്. അതിലെന്തോ ഒരു അപൂർണത ഉള്ളതായിട്ട് തോന്നുന്നു. ഇത് വീട്ടിൽ വെക്കാമോ? ഇതിനൊരു മറുപടി തരണേ എന്ന്. തീർച്ചയായിട്ടും വീട്ടിൽ വെക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കാരണമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട വിഗ്രഹം പൊട്ടുമ്പോൾ അത് മാറ്റണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് അങ്ങനെയല്ല. ആ വിഗ്രഹത്തിനോട് അടുപ്പം വരുന്നേ ഉള്ളൂ. പക്ഷെ ആഗ്രഹിച്ച് മോഹിച്ച് കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അത് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗുരുവായൂരപ്പന്റെ ഒരു മാജിക് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിന് ആൾക്കാർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ടെൻഷൻ കാരണം ഞാനിങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ചൊക്കെ വെച്ചിരുന്നു. ഒരു വാക്ക് പോലും എനിക്ക് ആ പ്രിപ്പയർ ചെയ്ത കാര്യം പറയാൻ പറ്റിയിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, ഗുരുവായൂരപ്പ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു, ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചു, ഇത് പറയണമെന്ന് വിചാരിച്ചു, ഒന്നും പറഞ്ഞില്ലല്ലോ കണ്ണാന്ന്. പക്ഷെ ആ പറയണം എന്ന് വിചാരിച്ചതായിരിക്കില്ല ചിലപ്പോൾ അവിടുത്തെ ശരി. എന്താണോ ശരി അത് ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചതായിരിക്കാം. അങ്ങനെ ചിന്തിച്ചൂടെ? അതേമാതിരി ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിരുന്ന ഒരു വിഗ്രഹം വാങ്ങാൻ സാധിച്ചുവെങ്കിൽ ആ വിഗ്രഹം അത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ കരുതി വെച്ചതാണ് എന്ന് വിശ്വസിച്ചൂടെ? അതല്ലേ കുറച്ചുകൂടി നന്നാവുക. അപ്പൊ അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് അംബിക എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഏകാദശി എല്ലാ വർഷവും ഏകാദശി എടുക്കാറുണ്ട്. ഗുരുവായൂർ എത്താൻ സാധിക്കുന്നില്ല ഈ പ്രാവശ്യം. എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ്, ദേഹാസ്വാസ്ഥ്യം മൂലം ആയുർവേദ ചികിത്സയിലാണെന്നും അതേമാതിരി തന്നെ നാരായണീയം ഇവിടെ ഇരുന്ന് ഞാൻ ചൊല്ലുന്നുണ്ട്. ഏകദേശം 100 കുറേശ്ശെ ചൊല്ലാൻ പറ്റുന്നുള്ളൂ, ഇരിക്കാൻ വയ്യ. ഇത് ഒന്ന് വായിച്ചിട്ട് മറുപടി പറയൂ എന്ന്. ഞാനിതിൽ എന്താ മറുപടി പറയണ്ടേ? ആയുർവേദം ചികിത്സയൊക്കെ തക്ക സമയത്ത് എടുക്കാൻ സാധിക്കുന്നത് തന്നെ നമുക്ക് ഒരു ഭാഗ്യമായിട്ട് കരുതേണ്ട കാലഘട്ടമാണ് അല്ലേ? എത്രയോ പേര് അസുഖം വരുന്നത് അറിയാതെ പോണു. ഏറ്റവും ഇപ്പൊ ക്യാൻസർ 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് എത്ര ആൾക്കാർ വരുന്നുണ്ട്. അത്രയും കാലം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അവർ ഇഗ്നോർ ചെയ്യുന്നതിലൂടെ അവരുടെ അസുഖം കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ കണ്ടുപിടിച്ച് ഒരു ചികിത്സയിലല്ലേ, വലിയ അസുഖം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മാറട്ടെ, സമയമെടുത്താണെങ്കിലും അസുഖവും ദേഹാസ്വാസ്ഥ്യവും ഒക്കെ മാറട്ടെ, അവിടെ ഇരുന്ന് നാരായണീയം ചൊല്ലിയാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും മതി. കുറേശ്ശെ ചൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേശ്ശെ ചൊല്ലിയാൽ മതി. നോക്കൂ, കഴിഞ്ഞ വർഷം സവിത എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് എന്നോട് കഴിഞ്ഞ ലൈവില് ചോദിച്ചിരുന്നു കേട്ടോ. കുറെ ചേച്ചിമാർ ചോദിച്ചിരുന്നു, കഴിഞ്ഞ വർഷം സവിത എവിടെയായിരുന്നു ഏകാദശിക്ക് എന്ന് ഓർമ്മയുണ്ടോ? ഞാനപ്പോ ഞാനെവിടെ പോവാനാന്ന്, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 2ാമത്തെ മകൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു. അത് പെട്ടെന്ന് ഓർത്തില്ല ഞാൻ പറയാനായിട്ട്. അപ്പോൾ 2ാമത്തെ മകൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏകാദശി വ്രതം വളരെ കൃത്യതയോടെ കൂടി എടുക്കാൻ പറ്റിയോ? ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുമോ? ഒന്നുമില്ല. അവിടൊക്കെ കൊണ്ടുവന്ന് തന്ന ഏകാദശിയുടെ വിഭവങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശി വിഭവങ്ങളെല്ലാം എനിക്ക് അവിടെ എത്തിച്ചു തന്നിരുന്നു. അത് കഴിച്ച് ഏകാദശി സമ്പൂർണ്ണമായി എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ച് സമാധാനിച്ചു. അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ ആവില്ല. പക്ഷെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഏകാദശി ഉള്ള പോലെയൊക്കെ ആചരിക്കാം. എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഗുരുവായൂരപ്പനെ വന്ന് കാണാൻ സാധിക്കട്ടെ. അത് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഏകാദശിയെ കുറിച്ച് കൂടുതൽ ചോദ്യം ഒന്നുപോലും എടുത്തിട്ടില്ല കേട്ടോ. സവിത കുഞ്ഞിനെ അടിമ കിടത്തുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമ്പോൾ എത്ര രൂപയാണ് ഇതിന് എന്നാണ് ശാന്താകുമാരി എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
കുഞ്ഞിനെ അടിമ കടത്തുക എന്ന് പറഞ്ഞാൽ ചോറൂണിന്റെ സമയത്താണ് സാധാരണ ചെയ്യാറുള്ളത്. ചോറ് കൊടുക്കുന്ന കുഞ്ഞിനെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞിന്റെ ഭാവി എല്ലാം കൊണ്ടും ശോഭനമാവാൻ ഗുരുവായൂരപ്പനെ ഈ കുഞ്ഞിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അതാണ് അടിമ കടത്തുക എന്നുള്ള ചടങ്ങ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ സാധിക്കുക വെച്ചാൽ, ചോറൂണ് നടത്തുന്ന ഹാളിൽ തന്നെയുള്ള കോയ്മ എന്ന ചോറൂണ് നടത്തുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി കുട്ടിയെ അടിമ കിടത്തണം എന്ന്. അപ്പൊ അദ്ദേഹം കാണിച്ചു തരും. അവിടെ ഒരു തൊട്ടിലുണ്ട്. ആ തൊട്ടിലിൽ കിടത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ അച്ഛനും അമ്മയും കൂടി പോയിക്കോളാൻ അദ്ദേഹം എടുത്തിട്ട് കൂടെ വന്ന ആർക്കെങ്കിലും ഈ കുഞ്ഞിനെ കൈമാറ്റം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ദക്ഷിണ നൽകുക, അത് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ ഇപ്പൊ അവിടെ ചോറ് കൊടുക്കുന്നില്ല, ഒരു വയസ്സൊക്കെ ആയ കുട്ടിയാണ്, ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞതാണ് എങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ നേരെ വന്ന് കൊടിമരത്തിന്റെ ചോടെ ഇടതോ വലതോ ആയിട്ടുള്ള ഭാഗത്ത്, ഭണ്ണാരത്തിന്റെ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ടുള്ള സ്ഥലത്ത് കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി കിടത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ വന്ന ആരെങ്കിലും കുഞ്ഞിനെ എടുത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഏൽപ്പിക്കുന്ന ആൾക്ക് ഒരു തുക കൊടുക്കുക, അദ്ദേഹം അത് ഭണ്ണാരത്തിലിടുക. അത് മറ്റൊരു ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഇത്രയൊന്നും അല്ല പ്രായം, കുഞ്ഞിനൊരു 5 വയസ്സായി, ഞാൻ അറിഞ്ഞില്ല, ഞാനിത് ഇപ്പോഴാണ് അറിയണേ ഇങ്ങനൊരു ചടങ്ങുണ്ട് എന്ന്, എൻ്റെ കുഞ്ഞിനെയും ഗുരുവായൂരപ്പന് സമർപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന അച്ഛനമ്മമാരാണെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് കൊടിമരത്തിന്റെ ചോടെ അച്ഛനും അമ്മയും കുഞ്ഞും കൂടി നമസ്കരിക്കുക. ആ കുഞ്ഞിനെ ആ സമയത്ത് അച്ഛനും അമ്മയും മനസ്സറിഞ്ഞ്, ഉണ്ണി കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ ഇതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ നല്ല ഭാവിക്കായിട്ട് ഇതാ അങ്ങയെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഭഗവാൻ സ്വീകരിക്കും കേട്ടോ. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഒരു തുക ഭണ്ഡാരത്തിൽ ഇടിയിപ്പിച്ചോളൂ. ഇതാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയണത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ മിത്രവിന്ദയെ 80 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് ഗുരുവായൂരിന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയെ കൊണ്ടുപോകുന്ന ചോറ് കൊടുക്കുന്നതിന് മുമ്പാണ്. ചോറ് കൊടുക്കുന്ന സമയത്താണ് ഈ അടിമ കിടത്തൽ ഉണ്ടാവുമല്ലോ. ചോറ് കൊടുക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനും പുറത്തായിട്ട് നമ്മുടെ ഭണ്ണാരകൃഷ്ണൻ ഇല്ല, അന്ന് ഭണ്ണാരകൃഷ്ണൻ ഇല്ല കേട്ടോ, ഭണ്ണാരകൃഷ്ണന്റെ ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ ഉയർത്തി കാണിച്ചു. ഉച്ചപൂജയുടെ സമയത്താണ് കുഞ്ഞിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, അതാ ഞാൻ മിത്രവിന്ദയെയും കൊണ്ട്, അങ്ങയുടെ മിത്രവിന്ദയെയും കൊണ്ട് പോവാണ്, ഞങ്ങളുടെ കൂടെ വരണം, മിത്രവിന്ദയെ അങ്ങയെ ഏൽപ്പിക്കുകയാണ് എന്ന് ആദ്യമേ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറൂണിന് വന്ന സമയത്ത് വീണ്ടും അടിമകടത്തൽ ഉണ്ടായി കേട്ടോ. പക്ഷെ ദേശം വിട്ടു പോകുമ്പോൾ ഈ ഒരു ചടങ്ങ് നടത്തിയിട്ട് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനിയൊരു കുഞ്ഞു കഥ, കുറേ ചോദ്യങ്ങൾ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്, അത് ഞാൻ എടുക്കാം കേട്ടോ, അടുത്ത വീഡിയോയിലായിട്ട് എടുക്കാം. ഇനി ഇന്നത്തെ ഒരു കുഞ്ഞു കഥയും കൊണ്ടിട്ടാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കഥ പറയാം. കഥ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ കുബ്ജയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? സൈരന്ധ്രി എന്ന കുബ്ജ അഷ്ടാവക്ര എന്നോ കൂനി എന്നോ ഒക്കെ പറയുമായിരുന്നു കേട്ടോ. അല്ല, ത്രിവക്ര, അഷ്ടാവക്ര എന്നല്ല, ത്രിവക്ര, കൂനി എന്നൊക്കെ പറയുമായിരുന്നു. അതായത് കംസന് കളഭക്കൂട്ട് തയ്യാറാക്കി കൊടുക്കുന്ന മധുരാപുരിയിലെ ഒരു യുവതിയായിരുന്നു ഈ കുബ്ജ എന്ന് പറയുന്ന. അവര് ജന്മന കൂനിയായിരുന്നു. കൂനി എന്ന് മാത്രമല്ല, അങ്ങനെ അവരെ ആരും സുന്ദരിയായിട്ട് കണക്കാക്കിയിരുന്നില്ല കേട്ടോ. അവര് കംസനുള്ള കളഭക്കൂട്ടും തയ്യാറാക്കിക്കൊണ്ട് പോകുന്ന ഒരു ദിവസമാണ് രാമകൃഷ്ണന്മാർ മധുര പ്രവേശം ചെയ്തത്. അവര് ഈ കുബ്ജ ഇങ്ങനെ എതിരെ വരുന്ന സമയത്ത് വളരെ സുഗന്ധം വരുന്നത് കണ്ട് ഭഗവാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, ഇതിപ്പോ എന്താ, ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന്. അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഹേ സുന്ദരി എന്നാണ് അത്രേ ഭഗവാൻ വിളിച്ചത്. അപ്പോ അത് കേട്ട ആ കുബ്ജ എന്താ സുന്ദര എന്നാണ് തിരിച്ചു ചോദിച്ചത്. ഭഗവാൻ ചോദിച്ചത് എന്താണ്, ഇത് എങ്ങോട്ടാ കൊണ്ടുപോണത് എന്ന്. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, ഇത് കംസനുള്ള കളഭക്കൂട്ട് തയ്യാറാക്കി പോകുന്ന വഴിയാണ്. രാജാവിന് എൻ്റെ ഈ ഒരു കളഭക്കൂട്ടാണ് അലങ്കാരത്തിന് തൊടാറുള്ളത് എന്ന്. ഭഗവാൻ പറഞ്ഞു, എനിക്ക് തരുമോ എന്ന് ചോദിച്ചു.
അപ്പോ കുബ്ജയ്ക്ക് തോന്നിയിത്രേ, ഈ കംസന്റെ നെറ്റിയിലൊന്നും അല്ല ഇതിനൊരു ശോഭ ഉണ്ടാവുക. എന്തൊരു ഭംഗിയാണ് ഈ ഉണ്ണിയെ കാണാൻ. ഈ ഉണ്ണിയുടെ തിരുനെറ്റിയിൽ തന്നെയാണ് ഈ ഒരു കളഭത്തിന് അതീവ ശോഭ ഉണ്ടാവുക. തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കളഭക്കൂട്ടിൽ നിന്ന് എടുത്ത് കുനിഞ്ഞു കൊടുത്ത ഭഗവാന് തൊടിയിച്ചു കൊടുത്തു അത്രേ കുബ്ജ. ഒപ്പം ബലരാമനും. ആ സമയത്ത് പകരം ഞാനിപ്പോ എന്താ തരാന്നായി ഭഗവാൻ. അപ്പോ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കൂനൊന്ന് നിവർത്തി തന്നോട്ടെ എന്ന് ചോദിച്ചു അത്രേ. അത് സാധ്യമാണോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. ആ സമയത്ത് ഭഗവാൻ ആ കുബ്ജയുടെ പെരുവിരലിൽ, കാലിലെ വിരലിൽ ഒന്ന് ചവിട്ടി പിടിച്ചുകൊണ്ട് ആ താടിയിൽ പിടിച്ചൊന്ന് അങ്ങോട്ട് ഉയർത്തി ഇത്രേ. ആ സമയത്ത് തൻ്റെ വളവുകളെല്ലാം മാറി അതീവ സുന്ദരിയായി മാറി ഇത്രേ കുബ്ജ. ആ സമയത്ത് കുബ്ജയ്ക്ക് തന്നെ മാത്രമാണ് സമർപ്പിക്കാനുണ്ടായിരുന്നത് ഭഗവാന്. ഇത്രയും സുന്ദരിയാക്കി തന്ന എൻ്റെ ഈ സൗന്ദര്യം ഞാൻ അങ്ങേൽ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ് ചെയ്തത് അത്രേ. ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഈ സൗന്ദര്യധാമത്തിനെ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടു. അതിനുശേഷം ഭഗവാന്റെ ഭാര്യാപദം, ഭാര്യയ്ക്ക് തുല്യമായ പദം നൽകിയിട്ടാണത്രേ കുബ്ജയെ അനുഗ്രഹിച്ചത്. ഈ കുബ്ജ ആരാണ് എന്ന കഥയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത് കേട്ടോ. മുന്നത്തെ ജന്മത്തില് ശൂർപ്പണഖയാണത്രേ ഈ ജന്മത്തിലെ കുബ്ജയായി മാറിയത്. അതായത് ശൂർപ്പണഖയ്ക്ക് ശ്രീരാമനോട് വലിയ മോഹം തോന്നിയില്ലോ. ശ്രീരാമനോട് ചെന്ന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് ശൂർപ്പണഖയോട് പറഞ്ഞു, എനിക്ക് ഏകപത്നി വ്രതാണ്, എന്തായാലും സാധ്യമല്ല എന്ന്. എൻ്റെ അനുജൻ അതാ നിൽക്കുന്നു, അദ്ദേഹത്തിനോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞതും അനുജന്റെ അടുത്ത് പോയപ്പോഴെന്താ ഉണ്ടായ, ലക്ഷ്മണൻ മൂക്ക് മുറിച്ച് വിട്ടു ശൂർപ്പണഖയെ. ശൂർപ്പണഖ അതിന് തക്കവണ്ണമൊക്കെ രാവണനോട് ഓതിക്കൊടുത്ത് ഇവിടെ കുറച്ച് കലഹവും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സമുദ്രത്തിൽ ചെന്ന് 10,000 വർഷത്തോളം തപസ് അനുഷ്ഠിച്ച മഹാദേവനെ പ്രത്യക്ഷനാക്കിയത്രേ. കാരണം മഹാദേവനോട് പറഞ്ഞു അത്രേ, എനിക്ക് ശ്രീരാമചന്ദ്രന്റെ ഭാര്യാപദം അലങ്കരിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നുന്നുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞു, വിരോധമില്ല, പക്ഷേ ഏകപത്നിവ്രതനായ ശ്രീരാമന്റെ അടുത്തല്ല, ശ്രീകൃഷ്ണനായിട്ട് മധുരയില് വരുന്ന സമയത്ത് അദ്വാപര യുഗത്തില് അതിനുള്ള ഇടവരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ശൂർപ്പണഖയ്ക്ക് അടുത്ത ജന്മത്തിലെ കുബ്ജയായി മധുരയിൽ ജനിക്കാൻ സാധിച്ചതും തൻ്റെ കളഭക്കൂട്ടിലൂടെ ഭഗവാനെ തന്നിലേക്ക് അടുപ്പിച്ച് ഭഗവാനോടുള്ള ഭക്തിഭാവം കൊണ്ട് ഭഗവാന്റെ ആ ഒരു ഭാര്യാതുല്യമായ പദവി അലങ്കരിക്കാൻ സാധിച്ചതും കുബ്ജയിൽ ഉപശ്ലോകൻ എന്നൊരു മകൻ ഉണ്ടായി എന്നുമാണ് കഥ. അപ്പോൾ ഇന്നത്തെ കഥയും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ കഥയും കുറച്ച് ചോദ്യോത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ അഷ്ടമി വിളക്ക്, സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക തുടങ്ങിയ ചടങ്ങുകളുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് പോന്നോളൂ. ഗുരുവായൂർ തിരക്കൊന്നും നോക്കണ്ട കേട്ടോ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിറങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും തൊഴാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.